അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ പ്രിൻസിമോളുടെ ആൻറ്റിബയോട്ടിക് കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. ഇന്നത്തെ ലാസ്റ്റ് ആയിരുന്നു. അപ്പം പ്രിൻസിമോളെ കൊണ്ടുവന്ന് ഇവിടെ കയറിയപ്പോൾ ഇതേ ഒരാൾ വേദന എടുത്തിരുന്ന കരയുന്നു. അങ്ങനെ നമ്മൾ കണ്ട് ഇതെന്തോ ഇൻഫാർഡ് ലൈറ്റോ എന്തോ ഒരു പേരാണ് ഇതിന്. ഡോറയുടെ മുട്ടിന് ഭയങ്കര വേദനയുണ്ടല്ലേ, മുട്ടിന് നീരുമുണ്ട്. ഉറക്കാൻ വേണ്ടിട്ട് കിടന്ന്, എന്നിട്ട് ഞാൻ ചോറും കറിയും വെക്കാൻ വേണ്ടിട്ട് എഴുന്നേറ്റ് അടുക്കളോട്ട് പോകാൻ വേണ്ടിട്ട് എഴുന്നേറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോ എനിക്ക് അറിയത്തില്ല, അത് പറയാൻ പറ്റത്തില്ല, അമ്മാതിരി അങ്ങ് വേദന എടുത്തു. പെട്ടെന്ന് തന്നെ ഞാൻ ഇച്ചായ ലൈറ്റ് എടുത്ത പാവം കേൾക്കൂട്ടെ. ഇച്ചാനി ലൈറ്റ് എടുക്കുന്ന ഞാൻ ലൈറ്റ് എടുത്ത് സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇച്ചാൻ ലൈറ്റ് നിലത്ത് വെച്ച് ഇവിടെ ഒരു സ്റ്റൂള് കിടപ്പുണ്ട്. എന്നിട്ട് പാവം കേപ്പൂട്ടൻ അവിടെ നിന്ന് സ്റ്റൂൾ എടുത്തോണ്ട് വന്ന് തന്ന് ഇത് വെക്കാൻ വേണ്ടിട്ട്. അവനിപ്പോ അറിയാലോ മുട്ടിരിക്കുന്നുണ്ട്, മുട്ട് നീരുണ്ട്, പിന്നെ വീങ്ങി ഇരിപ്പുണ്ട്. ഈ മുട്ട് നിവരത്തുമില്ല മടങ്ങത്തുമില്ല. ഇപ്പം വേദന ഇത്തിരി ചൂട് വെച്ചപ്പോൾ ഇത്തിരി ആശ്വാസം കിട്ടിയപ്പം വേണ്ടേ ഇത്ര അനക്കാൻ പറ്റി. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്തോ ആണ് ഇന്നലെ അപ്പം ഷോൾഡറിനായിരുന്നു. ഇന്നപ്പോൾ ആ വേദന സഹിക്കാവുന്ന വേദനയുള്ളൂ. പിന്നെ പലരും ചോദിക്കാറുണ്ട് ഡോറയ്ക്ക് വയ്യാന്ന് പറഞ്ഞ് വീഡിയോ ഇടും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആവതുണ്ടല്ലോ, പിന്നെ ഓരോന്ന് ചെയ്യുന്നല്ലോ എന്ന് പറയും. സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ കില്ലറും സ്റ്റിറോയിഡും കഴിക്കുമ്പോഴത്തേക്ക് സഹിക്കാം. ഇതും പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് സഹിക്കാവുന്ന വേദന വരുമ്പോഴാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. സഹിക്കാൻ പറ്റാത്ത വേദന വരുമ്പം ഞാൻ അടാകെ അടപ്പ് കിടക്കും. എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇച്ചിരി ഒന്ന് ആവതായി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കിടക്കത്തില്ല. ഇപ്പം ഇച്ചിരി കുറഞ്ഞു വരുന്നുണ്ട്, അടുക്കളയിട്ട് പോകണം. മീൻ വെട്ട എടുത്ത് വെച്ചു, ആ അരി അടുപ്പിലിട്ടു. ഇനി മീനും വെട്ടി കറി വയ്ക്കണം, എന്തെങ്കിലും തോരനും ഉണ്ടാക്കണം. ബൈ.